അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് കുറച്ച് ബിസി ആയിപ്പോയി കേട്ടോ. ഇന്ന് രാവിലെ തന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നപ്പോഴത്തേക്കിനും സമയം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കിച്ചൺ വർക്ക് നമ്മളെ കാത്തിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലൊക്കെ പോയി നേരെ വന്ന് ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ ഇന്നലെ നമുക്ക് കുറച്ച് മീൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊക്കെ എടുത്ത് പുറത്തിട്ട് വെള്ളത്തിലിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 കുട്ടി സ്രാവും ഉണ്ടായിരുന്നു, പിന്നെ വലിയ 2 മീനും ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മളിവിടെ മങ്കടയിൽ നിന്നെന്തോ പറയുന്നത് ആ മീനിന്. അയ്യോ, ഈ സ്രാവിൻ്റെ സ്മെല്ലൊട്ടും സഹിക്കാൻ പറ്റില്ലായിരുന്നു. അത്ര വൃത്തിയായിട്ട് സ്മെല്ലായിപ്പോയി കേട്ടോ. ഞാൻ പറയുകയും ചെയ്തു ഇനി ഒരിക്കലും ഈ മീൻ വാങ്ങുകയും ചെയ്യരുതെന്ന്. അത്ര സ്മെല്ലായിപ്പോയി ഈ മീനിന്. അങ്ങനെ എന്തായാലും അത് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ ഈ സ്രാവ് ചൂടുവെള്ളത്തിലിട്ടല്ലേ ക്ലീൻ ചെയ്യാറ്. അതിൽ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ നല്ല ചൂടുവെള്ളത്തിലിട്ട് അങ്ങ് പുഴുങ്ങിയെടുത്ത്. പുഴുങ്ങിയെടുത്ത് നോക്കിയപ്പോഴത്തേക്കിനും സ്രാവിൻ്റെ മാംസം എല്ലാം ഏകദേശം വെന്ത് ഒരു പരുവായി ഇളകി പോകുന്നൊരു രീതിയായി. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്ത് എന്തായാലും. അപ്പോൾ ഈ കുട്ടി സ്രാവ് 2 എടുത്ത് പൊരിക്കാനും മറ്റേ 2 തേങ്ങക്കറി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നലെ മുളക് കറിയായിരുന്നു, അതിൻ്റെ തലേ ദിവസവും മുളക് കറിയായിരുന്നു. അപ്പോൾ ഇന്ന് ഈ മീൻ തേങ്ങക്കറി വെക്കാമെന്ന് വിചാരിച്ച്. എന്നും മുളക് കറി കഴിച്ച് കഴിഞ്ഞാൽ എന്തോ പോലല്ലേ. അപ്പോൾ ഇന്നത് തേങ്ങക്കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സ്രാവിൻ്റെ കുടലൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ട് എടുത്തൊരു ആക്കിയിട്ട് ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു. അപ്പോൾ അതിന് ചൂടില്ലായിരുന്നു. രണ്ടാമത് ഞാൻ ഒന്നും കൂടി തിളപ്പിച്ച് അങ്ങ് ഒഴിച്ചു കൊടുത്തു. ഓക്കെ, അതിൻ്റെ ഒരു കോലം. അപ്പോൾ ഇതായിരുന്നു ആ സ്രാവിൻ്റെ പിന്നത്തെ അവസ്ഥ. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ചെടുത്ത് കാരണം എന്തോ പോലെ ആയിപ്പോയി. എൻ്റെ മാംസം ഇങ്ങനെ ഇളകി വരുന്ന കണ്ടിട്ട് പിന്നെ ഞാൻ പയ്യനെ എടുത്തു. പിന്നെ കട്ട് ചെയ്ത് ക്ലീൻ പകുതി മുക്കാലും പോയി കേട്ടോ കട്ട് ചെയ്ത്. പിന്നെ മറ്റേ മീനിൻ്റെ അത് അച്ഛൻ കട്ട് ചെയ്തായിരുന്നു വാങ്ങിക്കൊണ്ട് വന്നത് കേട്ടോ. അതിൻ്റെ മേലത്തെ തൊലി കളയണമായിരുന്നു. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ടാണ് വാങ്ങിക്കൊണ്ട് വന്നിരുന്നത്. അപ്പോൾ അതിനകത്ത് വലിയ പണിയില്ലായിരുന്നു. അതിൻ്റെ ആ തലഭാഗം മാത്രം നമുക്ക് ക്ലീൻ ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ പിന്നെ അതും കട്ട് ചെയ്ത് ഞാൻ എടുത്തു, മാറ്റി വെച്ചു. അങ്ങനെ അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ ഞാൻ പോയി എന്തിനാണെന്ന് വെച്ചാൽ ഇന്നലെ തൊട്ട് വൈകുന്നേരം തൊട്ടേ തുടങ്ങിയൊരു ചുമയാണ്. അപ്പോൾ എല്ലാ വർഷവും ചുമ വരുമ്പോൾ എനിക്കൊരു ശ്വാസം മുട്ടൽ വരും. അപ്പോൾ അത് വരുന്നതിന് മുമ്പ് ഞാൻ ആരംഭത്തിലേ കൊണ്ടുവന്നങ്ങ് കാണിച്ചത്. അങ്ങനെ അത് കാണിച്ചിട്ട് വന്ന് അതാണ് ഇത്ര ലേറ്റായത്. അത്ര ദൂരമൊന്നും അല്ലായിരുന്നു പോയത്, ഇവിടെ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലാണ് പോയത്. പിന്നെ ഹോസ്പിറ്റലിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായതുകൊണ്ട് ഇച്ചിരി ലേറ്റായി. അപ്പോൾ നമ്മളൊരു 12 മണിയൊക്കെ കാണും തിരിച്ച് വന്നപ്പോൾ. അപ്പോൾ ഞാൻ മീനൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ തേങ്ങ ഞാൻ മസാല എല്ലാം ചേർത്ത് നല്ലോണം അരച്ചിങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീനകത്തോട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അതോട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അത് ഫുള്ളിനകത്ത് നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് പിന്നെ കുറച്ച് പച്ചമുളകും ഉപ്പും നമ്മുടെ കുടംപുളിയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് അടപ്പേ വെച്ചിട്ട് നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടേ. അപ്പുറത്ത് സ്രാവ് പരിക്കാം. എന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് എനിക്ക് ഗുളിക ഉണ്ടായിരുന്നു, അപ്പോൾ അതും കഴിച്ചു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ.